ഏട്ടൻ്റെ കൂട്ടത്തിലല്ലേ കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ ഒപ്പാട്ടോ. ഞങ്ങൾ വന്നിട്ടുള്ളത് മാങ്കാവുള്ള ലുലുക്കാണ്. മെയിനായിട്ടുള്ള റീസൺ എന്താ, വാവക്ക് വേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാനാട്ടോ. ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാനാന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് അധികം ഐറ്റംസ് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് മാമൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ ഏട്ടൻ്റെ ഒപ്പം. അപ്പം ഇവിടെ നിന്നോട്ടേ ചോദിച്ചപ്പം ഏട്ടൻ പറഞ്ഞു എന്നാൽ നിന്നോ, നെക്സ്റ്റ് വീക്ക് പോരെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വാവക്ക് വേണ്ട ഒരു ഐറ്റംസും കയ്യിൽ കരുതിയിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഡയപ്പർ, ലോഷൻ, പൗഡർ, സോപ്പ്, ഫീഡിങ് ബോട്ടിൽ അതൊക്കെ മേടിച്ചു കേട്ടോ. അതുവരെ വാവ ഉറങ്ങിയിരുന്നേ. പിന്നെ വാവ എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ്. അവിടുന്ന് ക്യാരറ്റൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് പോയേ. അവൻ അവക്കാടൊക്കെ തപ്പി എടുക്കുന്നുണ്ട്, ഞാൻ ബ്രക്കോളി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ആപ്പിളും സ്ട്രോബെറീസും ഒക്കെ നല്ല അടിപൊളിയായിട്ടോ. നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അവിടുന്ന് ഒരു പാക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നട്ട്സും ഡേറ്റ്സും ഒക്കെ മേടിക്കാനാണ്. അവിടുന്ന് ആൽമണ്ട്, കാഷ്യൂ, പിസ്ത, വാൾനട്ട്, ഡേറ്റ്സ് ഒക്കെ എടുത്തേ. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഗ്രീക്ക് യോഗട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടുന്ന് മേടിച്ച് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വാവക്ക് തന്നെ ട്രോളി പിടിക്കണമെന്ന്, അങ്ങനെ അത് അവനെ കൊണ്ട് പിടിപ്പിച്ചേ. അത് കഴിഞ്ഞ് ബില്ലാക്കുന്ന സമയത്ത് വാവ കുറച്ചധികം ഒരു ബാഗൊക്കെ പിടിക്കാനുള്ള ഒരു വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ നിന്ന് ബില്ലാക്കി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ദാണ്ട മഴ. അങ്ങനെ ഞങ്ങൾ മഴ കഴിയുന്നവരവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിയായിട്ട് വാവ നല്ല കളിയായിരുന്നേ. വാവക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി കിട്ടിയാൽ അത്രയും സന്തോഷമാട്ടോ. അവരോട് പിന്നെ അവന് കഴിയണ മാക്സിമം അവൻ നന്നായിട്ട് അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ചോടുകയെ. അങ്ങനെ മഴ കഴിയുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഗീ മേടിച്ചില്ല എന്നിട്ടോ. അപ്പോൾ അത് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പോണ വഴിക്ക് മാങ്കാവിൽ ഒരു മിൽമേൻ്റെ സ്റ്റോർ ഉണ്ട്, അവിടെ കയറി മേടിക്കാന്ന് കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കയറിട്ടോ. അവിടുന്ന് ഞങ്ങൾക്ക് ഗീ ഒക്കെ കിട്ടി. പിന്നെ അവൻ തൊട്ടടുത്തുള്ള ഫാൻസിയിൽ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. ഇനി അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടോ. പിന്നെ മാമൻ്റെ വീട് ഇരിക്കുന്നത് മാങ്കാവ് കടുപ്പിനി ഒടുമ്പറയിലാട്ടോ. ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ നല്ല അടിപൊളി വൈബാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.